അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു സോളിൻ്റെ റിസപ്ഷൻ. റിസപ്ഷനിൽ നമ്മൾ ഇവിടെയാണ് ചെക്ക് ഇൻ ചെയ്തത്. ഞാൻ നേരത്തെ ചെക്ക് ഇൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു, ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് ഈ തിങ്സ് ടു ഡു ഇൻ വർക്കല. അപ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ്. സർഫിംഗ് അറ്റ് എടവ ബീച്ച് ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട്. അതേപോലെ തന്നെ കാപ്പിൽ ബീച്ച് 8 കിലോമീറ്റർ, ഗോൾഡൻ ഐലൻഡ് വിസിറ്റ് 13 കിലോമീറ്റർ. അങ്ങനെ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് വർക്കല ബീച്ചിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതേപോലെ തന്നെ സോൾ ഇവിടെയാണ് നമ്മളുള്ളത്, അതായത് നിയർ ടു ബ്ലാക്ക് ബീച്ച്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ബ്ലാക്ക് ബീച്ചിലേക്കാണ്. ദെൻ അലിയാർക്കം ബീച്ച്, അതായത് ഈ ബീച്ചിൻ്റെ ഏറ്റവും തുടക്കം. ദെൻ സൗത്ത് ക്ലിഫ്, വർക്കല ബീച്ച്, നോർത്ത് ക്ലിഫ്, ബ്ലാക്ക് ബീച്ച്, ഒടയം, എടവ ബീച്ച് ആൻഡ് കാപ്പൽ ബീച്ച്. ഇങ്ങനെ ഒരു 1 2 3 4 5 6 7 8 ബീച്ച് ഡെസ്റ്റിനേഷൻസാണ് നമുക്ക് ഈ നിയർ ബൈ തന്നെയുള്ളത്. then അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെയുള്ള റിസപ്ഷനിലുള്ള നമ്മുടെ ജോസഫ് ഏട്ടനുണ്ട്. ജോസഫ് ഏട്ടനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെക്കാട്ടിലും കുറച്ചും കൂടി നന്നാവുക ബൈക്ക് റെൻ്റൽസ് ആണ്. ഇവിടെ ബൈക്ക് ഈസി ആയിട്ട് റെൻറ്റ് ചെയ്യാം. 600 രൂപയാണ് ബൈക്ക് റെൻ്റലിന് വരുന്നത്. അതേപോലെ തന്നെ ഓട്ടോ ഉണ്ട്. ദെൻ എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റി ഇവർ ഫെസിലിറ്റേറ്റ് ചെയ്തു തരും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി പെയ്ഡ്, എന്നാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവരുണ്ടാവും. ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് 560 രൂപയാണ്, 560 ഇൻക്ലൂഡിങ് ടാക്സ്. 500 + 60 ടാക്സ്, 500 രൂപയാണ്. ഇതേപോലത്തെ ഒരു ബെഡ് സ്പേസ് നമുക്ക് ഒരു 10 മണി 11 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. booking.com-ലുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ കോൺടാക്റ്റ് ഇതിലുണ്ട്. സോൾ ഹോസ്റ്റൽസ് ആണ്, സോൾ ഹോസ്റ്റൽസ്. അപ്പോൾ അത് നോക്കിയാൽ മതി. സോൾ ഹോസ്റ്റൽസ് അതിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നല്ല രസമുള്ള ഒരു ആംബിയൻസ് ആണ്. സോ നമുക്ക് എന്താ പറയുക, പോയിട്ട് ഇവരുടെ മേലൊരു കഫേയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഇരിക്കാനും പിന്നെ ഒരു റിക്രിയേഷനും ഒക്കെയുള്ളൊരു കഫേയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കഫേയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഇവിടെ ഒരു കഫേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കഫേയിലേക്കുള്ള വഴിയാണ്. ദിസ് ഇസ് D6. ഇതാണ് നമ്മളുടെ റൂം, കഫേ കിഷ്കിന്ദ. സോ ഇതാണ് കഫേ കിഷ്കിന്ദ. നമുക്കിവിടെ ഒരു ടേബിൾ ടെന്നീസ് ഉണ്ട്. ഇവിടെ ഒരു ക്യാരം ബോർഡ്, പിന്നെ കുറേ ബുക്സ്. ഇവിടെ ഇരുന്ന് നമുക്ക് ബുക്കൊക്കെ വായിക്കാം. ദെൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇവൻറ്റ് ഹബ്ബ്, പാർട്ടീസും ഒക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻറ്റ് സ്പേസ്. ന്യൂ ഇയറിനൂടെ പരിപാടി നടന്നു. സോൾ ഹോസ്റ്റൽ ന്യൂ ഇയറിന് ഗംഭീര പരിപാടിയായിരുന്നു തോന്നുന്നു. ഇതാ ഇവിടെ നല്ല ഏരിയ ഉണ്ട്. ഇതും അവരുടെ റൂമും അതും തന്നെയാണ്. സൈക്കിളുണ്ട്. സൈക്കിൾസ് ഇവരുടെ ആണെന്നുള്ളത് അറിയില്ല, ചിലപ്പോൾ ആരെങ്കിലും ഇതിന് വന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ താമസിക്കുന്ന സ്ഥലത്തെ വിശേഷങ്ങൾ. ഇനി നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ ബീച്ചിലെ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് തിരിച്ചു.